ഗവൺമെന്റ് വന്നതിന് ശേഷം കാട്ടാനയുടെ ശല്യം വർദ്ധിച്ചു, കാണ്ടാമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു, കാട്ടുപന്നിയുടെ ശല്യം വർദ്ധിച്ചു. സത്യത്തിൽ പിണറായിയോട് എനിക്ക് തോന്നുന്നത് കാണ്ടാമൃഗങ്ങൾക്ക് പോലും ഭയങ്കരമായ പണക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ജനങ്ങളെ ചവിട്ടിക്കൊല്ലുക. ഏത് കാര്യത്തിൽ ചെയ്താലും ഏത് കാര്യങ്ങൾ നടത്തിയാലും അതിലൊരു ശകുനപ്പിഴയാണ് ഈ 9 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിളവ് നാശത്തിന് നഷ്ടപരിഹാരം കൊടുക്കുക. പന്നിയും ആനയും കടുവായും ഒക്കെ കയറി കൃഷി നശിപ്പിച്ചാൽ അതിന്റെ നഷ്ടപരിഹാരം കർഷകന് കൊടുത്തിരിക്കണം. 80 കപ്പ മെനിഞ്ഞാന്ന് രാത്രി കാട്ടുപന്നി കൂട്ടം ഇറങ്ങി മുഴുവൻ നശിപ്പിച്ച് ചേമ്പ് 4 വാഴ ഏത്തവാഴ മുഴുവൻ നശിപ്പിച്ചു പോയി. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് ഉണ്ടായിട്ടുമില്ല, ഒന്നും കിട്ടിയിട്ടില്ല. കർഷകരുടെ നീതി വേണം സർക്കാരെ. മാർച്ച് ചിന്താബാദ്, കർഷക സമ്മേളനം ചിന്താബാദ്. ഗവൺമെന്റ് വന്നതിന് ശേഷം കാട്ടാനയുടെ ശല്യം വർദ്ധിച്ചു, കാണ്ടാമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു, കാട്ടുപന്നിയുടെ ശല്യം വർദ്ധിച്ചു. സത്യത്തിൽ പിണറായിയോട് എനിക്ക് തോന്നുന്നത് കാണ്ടാമൃഗങ്ങൾക്ക് പോലും ഭയങ്കരമായ പണക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ജനങ്ങളെ ചവിട്ടിക്കൊല്ലുക. ഏത് കാര്യത്തിൽ ചെയ്താലും ഏത് കാര്യങ്ങൾ നടത്തിയാലും അതിലൊരു ശകുനപ്പിഴയാണ് ഈ 9 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലകളും, കാർഷിക മേഖല മാത്രമല്ല, നിഖില മേഖലകളിലും ഒരു പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോയ ഒരു ഗവൺമെന്റാണ്. ഓരോ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. നെൽകർഷകരുടെ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ കാർഷിക വിള, ഇതിന്റെ കുരുമുളകിന്റെ വില എന്ന് വേണ്ട എല്ലാ കർഷക ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും വില കീഴോട്ട് പോവുകയും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില 4 ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ കർഷക സംഘം സംസ്ഥാന വ്യാപകമായി കൃഷിഭവന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഗവൺമെന്റുകളാണെങ്കിലും കോടതികളാണെങ്കിലും അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിനോ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വസ്തുതയാണ്. നമുക്കറിയാം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഇന്ന് വിലയുള്ള ഒരു സാധനം തേങ്ങ മാത്രമാണ്. ബാക്കി മുഴുവൻ സാധനങ്ങൾക്കും വിലക്കുറവാണ്. വെളിച്ചെണ്ണയുടെ വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. നാളികേരത്തിന്റെ വിലയും ഉയർന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തെലങ്കാനയിൽ കടുകെണ്ണയുടെ വില വർദ്ധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടുകെണ്ണയുടെ വില തെലങ്കാനയിൽ വർദ്ധിച്ചപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് എന്ത് നടപടിയെടുത്തെന്നും എന്ത് തീരുമാനങ്ങളെടുത്ത് അവിടെ നടപ്പിലാക്കിയെന്നും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ ഗവൺമെന്റ് 125 രൂപയുണ്ടായിരുന്ന കടുകെണ്ണയുടെ വില 400 രൂപയായിട്ട് വർദ്ധിച്ചപ്പോൾ തെലങ്കാന ഗവൺമെന്റ് 200 രൂപയാണ് സബ്സിഡി കൊടുത്തത്. 200 രൂപ 1 കിലോ കടുകെണ്ണയ്ക്ക് സബ്സിഡി കൊടുത്ത് പൊതുസമൂഹത്തിലേക്ക് കടുകെണ്ണ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി. ഇന്ന് കേരളത്തിലെ വെളിച്ചെണ്ണയുടെ വില 500 രൂപയായി വർദ്ധിച്ചപ്പോൾ 100 രൂപ പോലും സബ്സിഡി കൊടുക്കുവാനായിട്ട് ഇവിടുത്തെ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സബ്സിഡി കൊടുത്ത് പൊതുജനത്തെ കൂടെ നിർത്തി അവർക്ക് വേണ്ട സഹായം ചെയ്യുക എന്നുള്ളതാണ്. സബ്സിഡി മാത്രമല്ല, മറ്റു മേഖലകളിലൊക്കെ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് അവർക്ക് അനുഭാവപൂർവമായ നിലപാടുകൾ സ്വീകരിക്കാനാണ് ഭരണഘടനാപരമായ ഒരു ഗവൺമെന്റിന്റെ ബാധ്യത. ആ ഗവൺമെന്റ് ഭരണഘടനാപരമായ തീരുമാനങ്ങളെടുത്ത് പൊതുസമൂഹത്തിന് ഗുണകരമായ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന കർഷക സംഘം ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ കർഷകന് ഒരു അപജയം സംഭവിച്ചാൽ അത് ഏതൊരു രാജ്യമാണോ ആ രാജ്യം തന്നെ ഇല്ലാതായി തീരും. നമുക്ക് എത്ര സമ്പത്തുണ്ടായിരുന്നാലും, നാം എത്ര തന്നെ സാമ്പത്തികമായി മുന്നോട്ട് പോകുന്ന രാജ്യമാണെങ്കിലും ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കറിയാം ആ രാജ്യം അധപതനത്തിലേക്ക് പോകും. അത്തരം സാഹചര്യങ്ങളിൽ ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ഭരണകർത്താക്കളുടെ കർത്തവ്യമാണ്. അതിൽ നിന്നും ഈ ഭരണകർത്താക്കൾ പിന്തിരിഞ്ഞോടുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെയുള്ള ബഹുജന സംഘടനകൾ ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ നമുക്കറിയാം ഈ കുറഞ്ഞ 5-8 വർഷങ്ങളായിട്ട് വളരെ കൃഷി നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാട്ടുപന്നിയുടെ ശല്യം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതിനെ ഒരു തീരുമാനമെടുക്കാൻ വിശിഷ്യ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ പരിസര പഞ്ചായത്തുകളിലൊക്കെ വെടിവെപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ഈ പഞ്ചായത്തിൽ അത്തരത്തിലൊരു ക്രമീകരണം നടത്തുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇങ്ങനെ ഈ നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടി നടത്തപ്പെടുന്ന കൃഷി നശിപ്പിക്കുന്ന ഈ കാട്ടുപന്നി അടക്കമുള്ള വന്യജീവികളെ തുരത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ സ്വതന്ത്ര കർഷക സംഘം ഈ സമരം ഇതൊരു സൂചന മാത്രമാണ്. വളരെ ശക്തമായ രീതിയിൽ ഈ സമരവുമായി മുമ്പിട്ടിറങ്ങുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങി. അല്ലാതെ ഒരു കാലഘട്ടത്തിലും കർഷകരെന്ന് പറയുന്ന ലീഗ് സമരത്തിലേക്ക് പോകത്തില്ല. ഇന്ന് മനുഷ്യന്റെ ജീവിതമാർഗം കാർഷിക മേഖലയാണ്. കേരളത്തിന്റെ സമ്പദ്ഘടനയൊക്കെ തകർന്ന് തരിപ്പണമായത് കാർഷിക മേഖലയുടെ തകർച്ചയാണ്. ഇതൊന്നും പരിഹരിക്കാൻ ഒരു ഗവൺമെന്റ് തയ്യാറല്ല. ഞങ്ങൾ കൃഷിക്കാരെ സംരക്ഷിക്കണം. കൃഷി ചെയ്യുന്നവൻ അവന്റെ ജീവിതമാർഗം ഉറപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്. ഇത് പത്തനംതിട്ട ജില്ലാ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. അതിന് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ കർഷകർ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കർഷകർക്ക് വരുന്നവർക്ക് പെൻഷൻ കൊടുക്കുക. ഇത് കർഷകന് പെൻഷൻ കൊടുക്കുമ്പോൾ വരുമാനമുണ്ട്. 2.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചിട്ട് ബംഗ്ലാവിൽ ഇറങ്ങുന്നവർക്ക് പെൻഷൻ യാതൊരു നിബന്ധനയുമില്ല. അവർക്ക് പെൻഷൻ കൊടുക്കാം. കർഷകന് പെൻഷൻ കൊടുക്കണോ? വരുമാന സർട്ടിഫിക്കറ്റ്. കേന്ദ്രത്തിൽ ഉന്നതമായ പദവിയിലിരിക്കുന്നവര് 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചിറക്കുന്നവർക്കും പെൻഷൻ. ഇതെന്തൊരു രാജ്യമാണ്? എന്തൊരു നീതിയാണ്? എന്തൊരു നിയമമാണ്? ഈ കരിനിയമങ്ങൾ തിരുത്തിയിട്ട് സാധാരണക്കാരന് ന്യായമായ പെൻഷൻ കൊടുക്കുക. കർഷകന്റെ വിളവ് നാശവും വന്യമൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന വിളവ് നാശത്തിന് നഷ്ടപരിഹാരം കൊടുക്കുക. പന്നിയും ആനയും കടുവായും ഒക്കെ കയറി കൃഷി നശിപ്പിച്ചാൽ അതിന്റെ നഷ്ടപരിഹാരം കർഷകന് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ കർഷകൻ തകരുന്നു. ഇപ്പം നെല്ലിന്റെ കാര്യം പറഞ്ഞ പോലെ നെല്ല് വടക്ക് നമ്മുടെ പാലക്കാട് കുട്ടനാട്ടിൽ നെല്ല് കിടക്കുക. അവർ നെല്ല് കൊടുത്താൽ 1 വർഷം കഴിഞ്ഞാലും പൈസ ഇല്ല.